ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂണുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലെസ്റ്റർ ജോസഫ്, ജിജു ഡാനിയൽ, മുസ്തഫ കെ, ഗ്രേസി സെബാസ്റ്റ്യൻ, സുനിൽ ബോസ്, സിജോ ജോസഫ്, ബഷീർ കെ, ആമിന എസ്, അതുപോലെ ജോസ്വിൻ ജോസഫ്, ജോബി പി വി, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഈ ഉച്ചയ്ക്കുള്ള വാർത്തയിലെങ്കിലും പുലിയെ പിടിച്ചു എന്നുള്ള വാർത്ത കേൾക്കാൻ കഴിയും എന്ന് കരുതി അതുണ്ടാവുന്നില്ലല്ലോ എന്ന് പറയുന്നു വസന്ത് കുമാർ കെ എന്ന് പറയുന്ന പ്രേക്ഷകൻ. അതിൻ്റെയൊക്കെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വരാം. നമ്മൾ ആദ്യം ഉൾപ്പെടുത്തുന്ന വാർത്തയും അതാണ്. പന്തല്ലൂരിലെ പുലിപ്പേടിയെക്കുറിച്ചാണ്. അവിടെ പുലിയെ പിടിക്കാനുള്ള ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. അങ്ങനെ പുലിയെ പിടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സവ്വാൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പ്രതികരണവുമായി പ്രേക്ഷകർ സജീവമാകുന്നുണ്ട്. അത് തുടരുക. സമയത്തിനനുസരിച്ച് അതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. പുലിപ്പേടി ഒഴിയാതെ പന്തല്ലൂർ. തമിഴ്നാട് കേരള അതിർത്തിയായ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം. ഗൂഡല്ലൂർ വയനാട് റോഡ് നാട്ടുകാർ ഉപരോധിക്കുന്നത് തുടരുകയാണ്. പുലിയെ വെടിവെച്ചു കൊല്ലണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് 3 വയസ്സുകാരി നാൻസിയെ പുലി കടിച്ചു കൊലപ്പെടുത്തിയത്. പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച റോഡ് ഉപരോധം ഇപ്പോഴും തുടരുന്നു. പുലിയെ പിടികൂടാതെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് നാട്ടുകാർ. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ഒരു മാസമായിട്ട് ഇപ്പോൾ 6ാമത്തെ ആളുകളാണ്. അതിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും ഇന്നലെ ഈ കുട്ടിയും മരണപ്പെട്ടിട്ടുണ്ട്. ഈ മൃഗങ്ങളുടെ ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഷൂട്ടിംഗ് ഓർഡർ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു കുഞ്ഞായി നാളെ ഏത് കുഞ്ഞ് നടക്കില്ലെന്ന് എന്താ സംഭവം, എന്താ ഉറപ്പ്? കുങ്കിയാനയുമായുള്ള തിരച്ചിലിനിടെ പന്തല്ലൂർ അംബ്രൂസ് വളവിന് സമീപം പുലിയെ കണ്ടെങ്കിലും പിടികൂടാനായില്ല. പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിൽ വ്യാപാരി സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. കടകമ്പോളങ്ങളും ഗതാഗത സംവിധാനങ്ങളും സ്തംഭിച്ചു. കുട്ടിയെ ആക്രമിച്ചതിന് ശേഷം പുലി മഞ്ജുള എന്ന സ്ത്രീയെയും ആക്രമിച്ചു. ഇവർ പന്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം പുലിയെ പിടികൂടാൻ ഔദ്യോഗിക സഹായം ആവശ്യപ്പെട്ടാൽ നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ 24-നോട് പ്രതികരിച്ചു. 24 ഗൂഡല്ലൂർ. പുലിയെ പിടികൂടാനുള്ള ദൗത്യത്തിന്റെ പ്രതിഷേധത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സമീർ ബിൻ കരീം നമുക്കൊപ്പം പന്തല്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അവരുടെ പ്രശ്നമാണ്, ഗുരുതരമായൊരു വിഷയവുമാണ്. 3 വയസ്സുകാരിയുടെ മരണം, അതിന് പിന്നാലെ വീണ്ടും ഒരു സ്ത്രീക്ക് നേരെയുള്ള ആക്രമണം. പ്രതിഷേധം ശക്തമാവുക സ്വാഭാവികമാണ്. എന്താണ് പ്രതിഷേധക്കാർ ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? അതുപോലെ ഈ പുലിയെ പിടികൂടുക എന്നുള്ള പ്രധാന ആവശ്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? വൻ സന്നാഹം തന്നെ അതിനായി ഒരുക്കിയിട്ടുണ്ടല്ലോ സമീർ. റിജിത്ത്, നിലവിൽ പ്രതിഷേധക്കാർ ഒരു തരത്തിലും അഴവില്ല എന്നുള്ള, അല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനമില്ല എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. പോലീസ് പലതവണ പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരു തരത്തിലും അവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തങ്ങളുടെ ആവശ്യം ഈ പുലിയെ മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ പുലിയെ പിടികൂടി കൊലപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം. അത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലെത്താതെ സമരം അവസാനിപ്പിക്കല്ലേ എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ എല്ലാവരോടും വ്യക്തമാക്കുന്നത്. അതേസമയം പുലിയെ നിലവിൽ ഈ പന്തല്ലൂർ ആംബ്രൂസ് വളവിന് സമീപം ഈ പുലിയെ അല്പസമയം ഏതാണ്ട് 2 മണിക്കൂർ മുന്നെയാണ് കണ്ടെത്തിയത്. നാട്ടുകാരൊപ്പം തന്നെ വനപാലകരുമായിരുന്നു പുലിയെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ അപ്പോൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ വെടിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും പക്ഷേ കൃത്യം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. ഇതേ തുടർന്ന് ഈ ഭാഗത്ത് വലിയ സുരക്ഷ വനംവകുപ്പും പോലീസും ശക്തമാക്കിയിരിക്കുകയാണ്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുലിയെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ DFO ഒപ്പം തന്നെ CCF ഉൾപ്പെടെയുള്ള ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രദേശം പൂർണ്ണമായും വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഒരു നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ വൈകുന്നേരമാണ് 3 വയസ്സുകാരിയായിട്ടുള്ള നാൻസി എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഈ പുലി കടിച്ചു കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ കുട്ടി അമ്മയ്ക്കൊപ്പം അംഗൻവാടിയിൽ നിന്ന് പോകുന്നതിനിടയിലായിരുന്നു ഈ പുലി കടിച്ചത്. തുടർന്ന് ഈ കുട്ടിയെ കടിച്ച ശേഷം ഏറെ ദൂരം ഈ പുലി കടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ഈ കുട്ടി
കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. തുടർന്ന് ഇന്നലെ രാത്രിയിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി ഈ ഗൂഡല്ലൂർ വയനാട് പാത ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഉപരോധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഭാഗത്ത് പൂർണ്ണമായും ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗൂഡല്ലൂർ ഒപ്പം ഈ പന്തല്ലൂർ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും ഹർത്താൽ പൂർണ്ണമാണ്. കാരണം കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു, ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ താറുമാറ. ഇങ്ങനെ ഈ ഹർത്താലും ഒരു തരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നു, മറുവശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് അതികഠിനമായ ശ്രമം കൊണ്ട് ഈ പുലിയെ പിടികൂടാൻ കഴിയുന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ 4 ഡോക്ടർമാരാണ് നിലവിൽ ഈ പുലിയെ കാണുകയാണെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ടീമിനൊപ്പമുള്ളത്. ഏതാണ്ട് 100ഓളം വരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്, 100ഓളം വരുന്ന വനംവകുപ്പ് ഒപ്പം തന്നെ RRT ടീം അംഗങ്ങളാണ് പ്രധാനമായും ഈ ദൗത്യ സംഘത്തിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കുങ്കിയാനയും ഈ സംഘത്തോടൊപ്പമുണ്ട്. കുങ്കിയാനയുടെ തന്നെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ഈ പുലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 19-ാം തീയതി മുതലാണ് ഈ ഗൂഡല്ലൂർ മേഖലയിൽ ഈ പുലിയുടെ ഒരു ആക്രമണം തുടങ്ങിയത്. ഇതുവരെ അതിൽ 2 പേരാണ് ഇപ്പോൾ കൊലപ്പെട്ടിരിക്കുന്നത്. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു പന്തല്ലൂരിൽ നിന്ന്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. പുലിയെ ഉടൻ പിടികൂടണം, അടിയന്തരമായി പിടികൂടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. സ്വാഭാവികമായും ആ ആവശ്യം അവർ കടുപ്പിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായുള്ള ആക്രമണം, ഒരു 3 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, അതിൻ്റെ ഒരു നടുക്കത്തിൽ നിൽക്കെ ഇന്ന് വീണ്ടും ഒരു സ്ത്രീക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം. അതീവ ഗൗരവത്തോടുകൂടി വനംവകുപ്പും ആ വിഷയത്തെ കാണട്ടെ, തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറയ്ക്കലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു, സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ കുടുംബമൊക്കെ പറയുന്നത് എന്താണ് സജോ? റിജിത്ത്, കർഷക അതിജീവനം പലപ്പോഴും വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് കണ്ണൂർ ആലക്കോട് പാത്തമ്പാറ സ്വദേശിയായ ജോസ് ഇടപ്പാറയ്ക്കൽ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തെ വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബാംഗങ്ങൾ നേരത്തെ പോലീസ് സ്ഥലത്തെത്തുകയും കുടുംബാംഗങ്ങളുടെ പ്രാഥമികമായ ഒരു മൊഴി ശേഖരിക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തുച്ഛമായ ഭൂമി മാത്രമേ ഉള്ളൂ. പക്ഷേ പാട്ടത്തിനെടുത്ത് വാഴക്കൃഷിയും അതുപോലുള്ള കൃഷികൾ ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു അദ്ദേഹം. ഏതാണ്ട് ഒരു 2500ഓളം വാഴകളുടെ ഒരു കൃഷി അദ്ദേഹത്തിന് സമീപകാലത്തുണ്ടായിരുന്നു. അത് പൂർണ്ണമായും നശിച്ചുപോയി. അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വരുമാനവും കാര്യമായ അദ്ദേഹത്തിൻ്റെ അധ്വാനവും അതിന് മുടക്കിയ പണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം അദ്ദേഹം അനുഭവിച്ചിരുന്നു. ആ പ്രദേശത്ത് ഒരു സ്വയം സഹായ സംഘമുണ്ട്. ആ സംഘത്തിൽ നിന്ന് അദ്ദേഹം ഒരു തുക ലോണായി അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ആ ലോൺ തുക അദ്ദേഹത്തിന് ലഭ്യമായതുമില്ല. അതോടുകൂടി അദ്ദേഹം വലിയ തോതിൽ സാമ്പത്തിക പ്രയാസത്തിലായി. ഇന്നുകൂടി ആ ലോൺ ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ അതുകൂടി കിട്ടാതെ വന്നതോടുകൂടി അദ്ദേഹം വലിയ തോതിൽ മനോവിഷമത്തിലായിരുന്നു. അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ പ്രാഥമികമായ മൊഴി. മൃതദേഹം അവിടെ നിന്ന് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് മൃതദേഹം മാറ്റുകയും അത് പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. കണ്ണൂരിൽ മാത്രം ഇത് കഴിഞ്ഞ ഒരു 2 മാസത്തെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 3ാമത്തെ കർഷക ആത്മഹത്യയാണ്. നേരത്തെ കൊളക്കാടും അയ്യൻകുന്നിലും 2 കർഷകർ വലിയ സാമ്പത്തിക ബാധ്യതയും വന്യമൃഗ ആക്രമണവും ഒക്കെ അതുപോലെയുള്ള മറ്റു പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതയുടെ പ്രയാസങ്ങളൊക്കെ കൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ കർഷകരുടെ ഒരു സാമ്പത്തിക അവസ്ഥ പലപ്പോഴും വിളകൾക്ക് വരുമാനമില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹം ഇങ്ങനെയുള്ള ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് തുച്ഛമായ ഭൂമി മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഹ്രസ്വകാല വിളകൾ, ആ കൃഷി വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയി. അതാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ ജോൺ ചെറിയാൻ സാലു എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, നവകേരള യാത്ര കണ്ണൂരിലെ കർഷകർക്ക് ആശ്വാസം കിട്ടിയില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തുന്നത്. അതുപോലെ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. കലോത്സവ വേദിയിലെ പാലക്കാടിൻ്റെ മുത്തുകൾക്ക് ആശംസകൾ എന്ന് പറയുന്നു ഉണ്ണിമേനോൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ. അദ്ദേഹം ജിദ്ദയിൽ നിന്നാണ് ആ കമൻറ്റ് കുറിക്കുന്നത്. ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യം ഒരുപാട് പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൈറ്റിൽ എന്ന് പറയുന്നു ഷാജി പൊയ്കയിൽ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ. ഒരു ഹായ് പറയുമോ എന്ന് ചോദിക്കുന്നു. ഹായ് ഷാജി പൊയ്കയിൽ. അതുപോലെ സിന്ധു KS എന്ന് പറയുന്ന പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. മനുഷ്യജീവന് പുല്ലുവിലയാണോ എന്ന് ചോദിക്കുന്നു രാഹുൽ ജോസഫ് എന്ന് പറയുന്ന പ്രേക്ഷകൻ. അത് ഈ പുലിപ്പേടിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്.
കപ്പ് കോഴിക്കോടിന് തന്നെ എന്ന് പറയുന്നു മായ ജോബി എന്ന് പറയുന്ന പ്രേക്ഷകൻ. അങ്ങനെ കമൻറ്റ് ബോക്സിൽ വളരെ സജീവമായി പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ കുറിക്കുന്നുണ്ട്. അത് തുടരുക. അടുത്ത റിപ്പോർട്ടിലേക്ക്. പിതാവിനെ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിയത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ. പ്രതി പാൽരാജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കള്ളക്കേസെന്ന് പ്രതിയുടെ കുടുംബം ആരോപിച്ചു. പോലീസിന് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പീരുമേട് എം.എൽ.എ വാഴൂർ സോമൻ 24-നോട് പറഞ്ഞു. അനാവശ്യമായി പ്രകോപനമുണ്ടാക്കി പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ പോലീസിനെതിരെ പാൽരാജിന്റെ കുടുംബം രംഗത്തെത്തി. കുടുംബക്കാര് ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും ആരും വന്ന് ചോദിച്ചിട്ടില്ല. അർജുനെ വിടുതല ചെയ്തെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് നടക്കുന്ന. എൻ്റെ കെട്ടിവനെ ആരെയും അടിച്ചിട്ടുമില്ല, ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല. പ്രതിയെ ആരും സംരക്ഷിക്കില്ല. പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് പീരുമേട് എം.എൽ.എ വാഴൂർ സോമൻ 24-നോട് പറഞ്ഞു. ഒരു ഹീനകൃത്യം നടത്തിയതിനു ശേഷവും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ക്രിമിനൽ സ്വഭാവമാണ്. അതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. പോലീസിൻ്റെ ഭാഗത്ത് എങ്ങനെയാ വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. ആളുകൾ ടൗണിൽ വരുന്നു പോകുന്നു, അതിനിടയിൽ ഇവർ കരുതിക്കൂട്ടി വന്ന് ചെയ്തതാണ് ഈ സംഭവം എന്നുള്ളത് ഉറപ്പാണ്. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സ്ത്രീ ജ്വാല AICC സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കണം. ആ 6 വയസ്സുകാരിക്ക് നീതിയും. ഇതുമാത്രമാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ് 24. പത്തനംതിട്ട റാന്നിയിൽ മദ്യലഹരിയിൽ മകൻ മാതാവിന്റെ കൈ തല്ലിയൊടിച്ചു. തട്ടക്കാട് തേവർക്കാട്ടിൽ സരോജിനിക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. മകൻ വിജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ്? ഇവിടെയും ഈ മദ്യലഹരിയാണ് വില്ലനായി മാറുന്നത്. ശ്രീജിത്ത്, സ്ഥിരമായി മദ്യപിച്ച് വന്ന് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നയാളാണ് ഈ വിജേഷ് എന്നാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ നാട്ടുകാർ ബഹളം കേട്ട് ഓടിച്ചെല്ലുന്നത്. ഈ സമയത്താണ് ഈ പറയുന്ന സരോജിനി വീണ് കിടക്കുന്നത് കണ്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടുത്തെ പ്രാദേശിക പ്രതിനിധി നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും സരോജിനിയുടെ കൈകൾ ഒടിഞ്ഞിട്ടുണ്ട്, ഇരുകൈകൾക്കും പരിക്കുണ്ട് എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരെ റാന്നി താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ പരിക്ക് അല്പം ഗുരുതരമാണ്. അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും പോലീസ് ഈ വിജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സരോജിനിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ അടക്കം വേണ്ടിവരും ആണ് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കലാകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 1-ാം സ്ഥാനത്ത് കണ്ണൂരിന്റെ കുതിപ്പ് തുടരുകയാണ്. തൊട്ടുപിന്നിൽ പാലക്കാടും കോഴിക്കോടുമുണ്ട്. നിറഞ്ഞ സദസ്സിലാണ് ജനപ്രിയ ഇനങ്ങളെല്ലാം നടന്നത്. ഷഹദ് റഹ്മാൻ കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, പോരാട്ടം കൂടുതൽ മുറുകുന്നു. ജനപ്രിയ ഇനങ്ങൾ ഇന്നും വേദിയിലുണ്ടായിരുന്നു. വളരെ സജീവമായി ആസ്വാദകരെയും നമ്മൾ കണ്ടു. പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? ഇഞ്ചോടിഞ്ച് പോരാട്ടത്തെ നമുക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ വിലയിരുത്താം? ഷാദ്, രജിത്ത്, കനത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇപ്പോൾ കണ്ണൂരും കോഴിക്കോടുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സ്കോർ നില പരിശോധിക്കുമ്പോൾ കണ്ണൂർ 710 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. തൊട്ട് പുറകിലായിട്ട് കോഴിക്കോടാണ് 703 പോയിന്റാണുള്ളത്. അതിന് തൊട്ട് പുറകിൽ പാലക്കാട് 701 ആണ് പോയിന്റ് ആയിട്ടുള്ളത്. ഇതിൽ കണ്ണൂരും കോഴിക്കോടും പാലക്കാടും കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ മറഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ചില ഘട്ടങ്ങളിൽ മുകളിൽ വരുന്നു, തൊട്ട് പുറകിൽ കണ്ണൂർ വരുന്നു. ഇതിനിടയിൽ ആതിഥേയ ജില്ലയായിട്ടുള്ള കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊല്ലം വളരെ പുറകിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 5-ാം സ്ഥാനത്താണ് കൊല്ലം നിൽക്കുന്നത്.
അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ന് ജനപ്രിയ ഇനങ്ങളാണ് വേദികളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ജനപ്രിയ ഇനങ്ങളും വേദികളിൽ എത്തുന്നുണ്ട്. ഗ്ലാമർ ഇനങ്ങളൊക്കെ തന്നെ വേദിയിൽ എത്തുന്നുണ്ട്. സംഘനൃത്തമുണ്ട്, അതുപോലെ തന്നെ കോൽക്കളിയുണ്ട്, കേരള നടനമുണ്ട്. അങ്ങനെ ജനപ്രിയ ഇനങ്ങളൊക്കെ തന്നെ, വട്ടപ്പാട്ടുണ്ട്, ജനപ്രിയ ഇനങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലെയും ഒപ്പം തന്നെ വൈകിട്ടും ആയിട്ട് നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക വേദികളിലും സമയക്രമം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, അതായത് തുടങ്ങുന്ന സമയം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. എന്നാൽ ഈ അപ്പീലുകളുടെ പ്രളയം കാരണത്താൽ അവസാനിക്കുന്നത് കുറച്ച് താമസിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ 4 മണി വരെയൊക്കെ മത്സരം നീണ്ടുപോയ സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ചില വേദികളിൽ നിന്ന് ചില പരാതികളും വരുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് ആളുകൾ ഒഴുകുകയായിരുന്നു. ആദ്യ ദിവസമൊക്കെ ആളുകൾ കൊല്ലത്തേക്ക് എത്തുന്നില്ല എന്ന തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ ജനപങ്കാളിത്തമാണ്. പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നുമൊക്കെയായി നമുക്കറിയാം അവധി ദിവസമാണ്, ശനിയാഴ്ച ഞായറാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച, വിവിധ വേദികളിലേക്കായി ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവും ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായ ഇനങ്ങളിൽ പോലും ഇത്തവണ വലിയ രീതിയിൽ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൂടിയാട്ടം നടക്കുന്ന വേദിയിലാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2 ക്ലസ്റ്റർ അല്ലെങ്കിൽ 3 ക്ലസ്റ്റർ വരെയൊക്കെ സാധാരണ മത്സരം പോകാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ വലിയ രീതിയിൽ കുട്ടികളുടെ ഒരു പങ്കാളിത്തം ഇത്തരം മത്സരങ്ങളിലുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഊട്ടുപുരയിൽ സജീവമായിട്ട് ഭക്ഷണം കഴിക്കാനായി നിരവധി പേരാണ് എത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ശരി, ഷാഹിദ് റഹ്മാൻ കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ, പോയിന്റ് നിലയടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വലിയ ആവേശത്തോടുകൂടി ആ കലോത്സവത്തെ കൊല്ലം വരവേറ്റിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു. ജനപ്രിയ ഇനങ്ങൾ ഇന്നും അരങ്ങിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ താരതമ്യേന കുറവാണ് എന്ന് നമുക്ക് പൊതുവെ പറയേണ്ടി വരും. ഷാഹിദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കലോത്സവത്തിലെ ഗ്ലാമർ ഇനമായ മിമിക്രി കാണാനായി മാത്രം കൊല്ലത്തെത്തിയ ചിലരുണ്ട്. പെട്ടെന്നുണ്ടായ വേദിമാറ്റം അവർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയല്ല. ഇനി മിമിക്രി കാഴ്ചക്കാരെ തൃപ്തിപ്പെടുത്തിയുവെന്ന് ചോദിച്ചാൽ താടിക്ക് കൈ കൊടുക്കേണ്ടി വരും. വിമലഹൃദയ ഗേൾസ് സ്കൂളിലെ വേദി 6 തീരുമാനിച്ചിരുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരം വേദി 18 സെന്റ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റിയത് ഇന്നു രാവിലെ. വേദി 18 മിമിക്രി മത്സരം പുരോഗമിക്കുന്നു. അടുത്തതായി ഒരു കുതിരയോടുന്ന ശബ്ദം. ഡൊണാൾഡ് ഡക്കിന്റെ ശബ്ദം. രണ്ടോ മൂന്നോ പെർഫോമൻസ് ഒഴിച്ചാൽ കലോത്സവ വേദിയിൽ കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ശബ്ദാനുകരണങ്ങൾ കാണികളിലും നിരാശ പരത്തി. അടുത്ത കണ്ടത് ഒരു കച്ചേരി വീഡിയോ ആയിരുന്നു. മിമിക്രി മത്സരം ഏറെക്കുറെ അവസാനിക്കാറാകുമ്പോഴതാ 2 കുട്ടികളുടെ കൈപിടിച്ച് 3 പേർ വരുന്നു. മക്കളായ സായന്തനയ്ക്കും സംയുക്തനുമൊപ്പം അച്ഛൻ സജീഷ്. വൈപ്പിനിൽ നിന്നാണ് വരുന്നത്. കുഞ്ഞുങ്ങൾ കലയറിഞ്ഞ് കല കണ്ടു വളരണം, ഒപ്പം മിമിക്രിയും ആസ്വദിക്കാം. സജീഷിന്റെ വരവിനു പിന്നിൽ അതാണ്. പക്ഷേ പെട്ടു. നമ്മളെ കുരുക്കി കളഞ്ഞ്. ഇന്നലെ വരെ പ്രഖ്യാപിച്ചത് വിമലഹൃദയയിലാണ്. ഇന്നലെ രാത്രി അത് മാറ്റി, അതറിഞ്ഞില്ല. ഒന്നാമത്തെ വേദിയിൽ പോയി, അത് കഴിഞ്ഞ് മിമിക്രി വേദിയിലേക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വരാൻ ശ്രമിച്ചു. പക്ഷേ വേദി മാറിയത് നമ്മൾ അറിഞ്ഞില്ല. അതുകൊണ്ട് കോമ്പറ്റീഷൻ അവസാനത്തെ 1-2 കോഡ് നമ്പറുകളെ കേൾക്കാൻ സാധിച്ചോളൂ. വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ സജീഷ് പോകുന്ന വിവരമറിഞ്ഞാണ് സുഹൃത്തുക്കളായ ഷിജുവും അജയകുമാറും തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയത്. ഞാനും മിമിക്രി കൊച്ചിലെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് മാറിയത് അറിഞ്ഞില്ല. ആദ്യം ഞങ്ങൾ ഇവിടെ ആശ്രമമായിട്ടാണ് പോയത്. പിന്നെ അവിടെ നിന്ന് പിന്നെ വിമല ഹൈസ്കൂളിൽ വന്നായിരുന്നു. അവിടെ ഇപ്പോൾ അവിടെ ഇല്ല. പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു ഇവിടെയാണെന്ന്. മിമിക്രി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കലോത്സവ വേദികളിലെ പഴയ മിമിക്രി മത്സരാർത്ഥി കൂടിയായിരുന്ന സജീഷ് ഇങ്ങനെ പറയും. പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. റിപ്പീറ്റേഷനാണ് കൂടുതലും വരുന്നത്, പുതുമയില്ല. നമ്മുടെ പാഠ്യപദ്ധതി പോലെ തന്നെ അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ശബ്ദാനുകരണം വരുമ്പോൾ അവരുടെ ഈ ടീനേജിന് അത് മാച്ച് ചെയ്യുന്നില്ല. അതൊരു പോരായ്മ തന്നെയാണ്. മിമിക്രിയിൽ പുതുവഴി തേടാൻ മത്സരാർത്ഥികൾ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാവും? VS രാഹുലിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്,
24 കൊല്ലം. മണികണ്ഠൻ കെ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു ഇത്തവണ കപ്പ് പാലക്കാടിനാണ് എന്ന് പറയുന്നു. അപ്പൂസ് എന്ന് പറയുന്ന പ്രേക്ഷകൻ അവസാനം കപ്പ് കോഴിക്കോട് തന്നെ കൊണ്ടുപോകും, അതിനായി ആരും ശ്രമിക്കേണ്ട എന്ന് പറയുന്നു. കലോത്സവത്തിൻ്റെ ഭക്ഷണമൊരുക്കുന്ന പഴയിടത്തിൻ്റെ രുചിയിടം കൂടി ഒന്ന് കാണിക്കാമോ, അടുക്കള കൂടി ഒന്ന് കാണിക്കാമോ എന്ന് പവിത്രൻ പാതിരപ്പറ്റി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഴയിടത്തിൻ്റെ അടുക്കളയും അവിടെയുള്ള ക്രമീകരണങ്ങളുമൊക്കെ വളരെ വിശദമായി ദൃശ്യങ്ങൾ സഹിതം പ്രതികരണങ്ങൾ സഹിതമൊക്കെ കാണിച്ചതാണ്. ഇപ്പോൾ അവിടെ 1:24 എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള വലിയ തിരക്കുള്ള സമയമാണ്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. കലോത്സവ വേദിയിലെ ജനപ്രിയ ഇനമായിരുന്നു ദഫ്മുട്ട്. കാണികളിൽ ആവേശം തീർക്കുന്ന ദഫ്മുട്ടിൻ്റെ കഥയിലേക്കും കാഴ്ചയിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദഫ്മുട്ടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹ അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തു. അന്ന് അവിടെ മദീനയിൽ പാലായനം ചെയ്ത സമയത്ത് അവിടെ മദീനയിൽ ഉണ്ടായിരുന്ന ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ചെറിയ കുട്ടികൾ ചേർന്നുകൊണ്ട് തൊലൽ ബദ്രു എന്നുള്ള ബൈത്ത് പാടിക്കൊണ്ട് പ്രവാചകരെയും അനുയായികളെയും അവരാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദഫ് മുട്ടിക്കൊണ്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ മുതലാണ് ദഫിൻ്റെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ദഫിൻ്റെ ഉത്ഭവം എന്നുള്ളത് മദീനയിലായിരുന്നു. പിന്നീട് യുഗാന്തരങ്ങളുടെ സൂഫി സമൂഹം വഴിയാണ് ദഫ്മുട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് ദഫ്മുട്ട് എത്തുന്നത് 2 വഴികളിലൂടെയാണ്. ഒന്ന് ലക്ഷദ്വീപ് സമൂഹം വഴിയും മറ്റൊന്ന് യമനി പാരമ്പര്യത്തിലൂടെയാണ് നമ്മുടെ കേരളത്തിലേക്ക് ദഫ്മുട്ട് എത്തുന്നത്. നമ്മുടെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ഏകദേശം 1992 മുതലാണ് ഒരു ഇനമായിട്ട് ദഫ്മുട്ടിനെ ഉൾപ്പെടുത്തുന്നത്. ദഫ് എന്ന് പറഞ്ഞാൽ 8 ഇഞ്ച് വ്യാസത്തിൽ പ്ലാവിൻ്റെ വേര് കടഞ്ഞെടുത്ത് ആട്ടിൻ തോൽ സ്ഫുടം ചെയ്ത് ചരട് മുറുക്കി ശ്രുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ് ദഫ്. ഏകദേശം 970 കാലഘട്ടം വരെ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഈ ഒരു കലാരൂപം 70കൾക്ക് ശേഷമാണ് പൊതുവായിട്ടുള്ള കലാമേളകളിലും അതുപോലെ തന്നെ വേദികളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. ദഫ്മുട്ടിൻ്റെ വേഷവിധാനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ കലോത്സവ മാനുവലിൽ അതിൻ്റെ പ്രത്യേക മാനുവലിൽ അത് പറയപ്പെട്ടിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ വേഷം സംവിധാനിച്ചിട്ടുള്ളത്. അതായത് വൈറ്റ് ജുബ്ബ, കരയില്ലാത്ത വൈറ്റ് തുണി, അതുപോലെ വാലുള്ള തലപ്പാവ്, ഇതാണ് ദഫിൻ്റെ വേഷം. അതുപോലെ തന്നെ ദഫിൻ്റെ സ്റ്റെപ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ അത് ചാഞ്ഞും ചരിഞ്ഞും ഒക്കെയാണ് അത് കളിക്കുക. തുടക്കത്തിൽ ഇരുന്നു കൊണ്ടും പിന്നീട് പകുതിയിൽ വെച്ചിട്ട് എഴുന്നേറ്റുമാണ് ദഫ്മുട്ട് കളിക്കുന്നത്. ദഫിൻ്റെ സ്റ്റെപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങിക്കൊണ്ട് പിന്നീട് ദ്രുത താളത്തിലേക്ക് മാറുന്നൊരു സിസ്റ്റമാണ് ദഫിലുള്ളത്. കാണികളിൽ ആവേശത്തിരയിളക്കം സൃഷ്ടിച്ച ദഫ്മുട്ട് കലാകാരന്മാർ അങ്ങനെ കൊട്ടിക്കയറുകയാണ്. മാപ്പിള കലയിൽ ഏറ്റവും ജനപ്രിയ ഇനമായ ദഫ്മുട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് പ്രചാരത്തിലുള്ളതാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം.
നാടിനെ നടുക്കി ഡൽഹിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. 12-കാരിയെ പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളടക്കം 5 പേർ കസ്റ്റഡിയിലായി. ഈ മാസം 1-ന് ഓൾഡ് ഡൽഹിയിലെ സദർ ബസാറിലാണ് ബലാത്സംഗം നടന്നത്. ശുചീകരണ തൊഴിലാളിയാണ് പെൺകുട്ടിയെ പ്രതികളുടെ അടുത്തെത്തിച്ചത്. ബലാത്സംഗത്തിന് ശേഷം പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിതിൻ അംബുജൻ. റിജിത്ത്, പുതുവത്സര ദിനത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായത്. ഡൽഹിയിലെ സദർ ബസാറിൽ വെച്ചാണ് ഈ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ശുചീകരണ ജീവനക്കാരിയാണ് ഈ പെൺകുട്ടിയെ പ്രതികൾ എത്തിച്ചത്. സ്ഥലത്ത് ആക്രി പെറുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ അവിടെ എത്തിക്കണം എന്ന് ഈ ചായക്കടയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ആവശ്യപ്പെട്ടത്. ഇവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശുചീകരണ ജീവനക്കാരി ഈ 12 വയസ്സുകാരിയെ അവിടെ എത്തിക്കുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന 4 പേർ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഈ ചായക്കടയിലെ തൊഴിലാളിയെ കൂടാതെ മറ്റ് 3 പേർ, അത് പ്രായപൂർത്തിയാകാത്തവരാണ് ഈ ബലാത്സംഗം ചെയ്തത്. ജനുവരി 1-നാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയെ അതിനുശേഷം ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ വിവരം പുറത്തിറങ്ങി കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോവുകയും പിന്നീട് 2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നിലയിൽ തന്നെ കഴിയുകയായിരുന്നു. എന്നാൽ ജനുവരി 5, ഈ മാസം 5-നാണ് പെൺകുട്ടി ബന്ധുക്കളോട് ഈ വിവരം പറയുന്നത്. അതിനുശേഷമാണ് ഇത് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ഈ 5 പേരെയും പോലീസ് പിടികൂടിയത്. ഈ 5 പേരിൽ 4 പേർ ചായക്കടയിലെ ജീവനക്കാരാണ്. ഒരാൾ ഈ ശുചീകരണ ജീവനക്കാരിയാണ്. അതായത് പെൺകുട്ടിയെ പ്രതികളെത്തിച്ച ശുചീകരണ ജീവനക്കാരിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. IPC 376D വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രതികളെല്ലാം തന്നെ പിടികൂടിയെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ജനുവരി 1-നാണ് നാടിൽ നടക്കിയ സംഭവം. നിലവിൽ ഇപ്പോൾ പെൺകുട്ടിയെ ഇപ്പോൾ വീട്ടിൽ തന്നെ കഴിയുകയാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നുള്ള ഒരു അറസ്റ്റ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് കൂടുതൽ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തിവരികയാണ്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു വരുന്നു. ഈ പ്രതികളെല്ലാം തന്നെ ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവർക്കെതിരെ നടപടി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശുചീകരണ ജീവനക്കാരിയുടെ അടക്കം ഇത്തരത്തിൽ ഇവർക്ക് പണം വാഗ്ദാനം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. മറ്റൊന്ന്, ഇവർ വളരെ ആസൂത്രിതമായിട്ടാണ് ഇത്തരമൊരു ബലാത്സംഗം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ജനുവരി 1-ന് ഈ പെൺകുട്ടി ഇവിടെ എത്തിക്കണമെന്ന് നേരത്തെ തന്നെ ശുചീകരണ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഇതിനായി ഒരു പ്രത്യേക ടെന്റ് തന്നെ ഈ ചായക്കടയ്ക്ക് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇവർ സ്ഥാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ടെന്റിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുകയും പിന്നീട് കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ ജനുവരി 1-ന് സദർ ബസാർ മേഖലയിൽ നടന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രശ്നങ്ങൾ ഒടുങ്ങാതെ ബംഗാൾ. ബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടാൻ ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകി. ആക്രമണത്തിന് പിന്നാലെ ഷാജഹാൻ ബംഗ്ലാദേശിലേക്ക് കടന്നുവെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില ചൂണ്ടിക്കാട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ ഗവർണർ CV ആനന്ദബോസുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമ ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രാജ്ഭവന് പരാതി ലഭിച്ചതോടെയാണ് നിലപാട് ഘടിപ്പിച്ച് ഗവർണർ ആനന്ദ ബോസ് രംഗത്തെത്തിയത്. ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ പിടികൂടി കേസിൽ കർശന നടപടി സ്വീകരിക്കാൻ ബംഗാൾ ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകി. പോലീസ് ഒത്താശയോടെ ചില രാഷ്ട്രീയ നേതാക്കൾ ഷാജഹാനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ആക്രമണത്തിന് പിന്നാലെ ഷാജഹാൻ ബംഗ്ലാദേശിലേക്ക് കടന്നതായാണ് ED വൃത്തങ്ങൾക്ക് ലഭിച്ച വിവരം. ഷാജഹാനായ ലുക്കൌട്ട് നോട്ടീസിന് പുറമെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്കും ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന BJPയുടെ ആവശ്യത്തിന് പിന്നാലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സുകാന്തു മജുംദാർ ഗവർണർ ആനന്ദബോസുമായി കൂടിക്കാഴ്ച നടത്തും. റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കുകയാണ് ED. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നിർണായക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ സഖ്യം കോൺഗ്രസിന്റെ ദേശീയ സഖ്യ സമിതി സഖ്യകക്ഷികളുമായി 2ാം ഘട്ട സീറ്റ് വിഭജന ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നു. ഇന്ത്യ സഖ്യത്തിലെ 2ാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾക്കിടെയാണ് കോൺഗ്രസിനെയും മറ്റ് സഖ്യകക്ഷികളെയും അമ്പരിപ്പിച്ചുകൊണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖം ആക്കണമെന്ന ആവശ്യവുമായി സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നത്. രാജ്യത്തെ ന്യൂനപക്ഷ, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചതായി സമാജ്വാദി പാർട്ടി നേതാവ് IP സിംഗ് ആണ് എക്സിലൂടെ പ്രസ്താവന നടത്തിയത്. ബീഹാറും UPയും ചേർന്നാൽ മോദി ഭരണം അവസാനിക്കും എന്നും IP സിംഗിന്റെ എക്സ് സന്ദേശത്തിൽ പറയുന്നു.
സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ JDUവും സമാജ്വാദി പാർട്ടിയും ഉറച്ചു നിൽക്കുന്നതിനിടെയുള്ള ഈ നിലപാട് നിർണായകമാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക ചർച്ചകളുടെ തുടർച്ചയായി സീറ്റ് വിഭജന ചർച്ചകൾ ഡൽഹിയിൽ ആരംഭിച്ചു. ആം ആദ്മി പാർട്ടി, JDU, RJD എന്നീ പാർട്ടികളുമായാണ് ഇന്ന് ചർച്ചകൾ. ബീഹാർ, മധ്യപ്രദേശ്, ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ് ചർച്ച. ഡൽഹിയിൽ 4 സീറ്റുകളിൽ മത്സരിക്കുമെന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. 24 ഡൽഹി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വാർത്തകളിലേക്ക് വീണ്ടും. നാട് നടുങ്ങിയ ദുരന്തത്തിൽ അധ്യാപകരെയും പ്രതി ചേർത്തു. നാല് വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു, ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പി, ഡോക്ടർ ബൈജു എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. അപകടമുണ്ടാക്കിയ ദിഷണ ഫെസ്റ്റിന്റെ കൺവീനറായിരുന്നു ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പിയും ഡോക്ടർ ബൈജുവും. കുറ്റകരമല്ലാത്ത നരഹത്യക്കുള്ള IPC 304A വകുപ്പ് പ്രകാരമാണ് 3 പേരെയും പ്രതി ചേർത്തത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അധ്യാപകർക്കെതിരെ കേസെടുത്ത വിവരമുള്ളത്. നവംബർ 25 നടന്ന ദുരന്തത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. പരിപാടിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കത്ത് ലഭിച്ചിട്ടും പോലീസിന് കൈമാറാതിരുന്ന രജിസ്ട്രാറെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പ്രതിയാക്കിയേക്കും. ശ്യാംകുമാർ, 24 കൊച്ചി. കലോത്സവ നഗരിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്ക്. പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കലോത്സവം തുടങ്ങിയതിന് ശേഷം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. കലോത്സവ നഗരിയിൽ നിന്ന് കലാപ്രതിഭകളെ, മികച്ച താരങ്ങളെയൊക്കെ ഞങ്ങൾ TTS സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളുടെ കൊച്ചി സ്റ്റുഡിയോയിലേക്ക് എത്തിക്കുന്നതും അവർ ഈ മത്സരത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും അവരുടെ കലാപ്രകടനവുമൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിലൊരു പ്രകടനത്തിലേക്കാണ് ഇനി പോകുന്നത്. പാഠകത്തിൽ A ഗ്രേഡ് നേടിയ അജയ് V കുമാറാണ് നമ്മളോടൊപ്പം TTS സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി ചേരുന്നത്. ചാക്യാർകൂത്തിൻ്റെ ഭക്തിരൂപമാണ് പാഠകം. പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അജയ്ക്ക് ചാക്യാർകൂത്തിനും A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. അജയ് നമ്മളോടൊപ്പം ചേരുകയാണ്. അജയ്, സ്വാഗതം. അജയ്, ഹലോ. എങ്ങനെയുണ്ട്? മത്സരമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഈ കണ്ടവരൊക്കെ എന്തു പറഞ്ഞു? കൂട്ടുകാരും അധ്യാപകരും വീട്ടുകാരും ഒക്കെ നല്ല രീതിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. വളരെ നല്ല മത്സരമായിരുന്നു. അതെ, പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അജയുടെ ഒരു കലാപ്രകടനം ആസ്വദിക്കാം. അതിലേക്ക് പോകാം അജയ്. ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ എങ്കിലോ പണ്ട് ദ്രുപദ മഹാരാജാവ് തൻ്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ച് സകല രാജാക്കന്മാരെയും ക്ഷണിച്ച സമയത്തിങ്കൽ ഭൂമണ്ഡലവർത്തികളായിട്ടുള്ള സകല രാജാക്കന്മാരും പാഞ്ചാല രാജധാനിയെ പ്രാപിപൂതം ചെയ്തു. തദനന്തരമാകട്ടെ ദേവോസൗ വാസുദേവോ ദ്രുപദ നൃപതനൂജോത്സവം മാനയിഷ്യൻ പാർത്ഥാനാം കീർത്തിലക്ഷ്മീമപി നൃപസവിധൗ വേദയിഷ്യന്നമുഷ്യാം സന്നദ്ധൈ സാത്വദോഹൈ സഹ ചഹലപ്രതാ തൽപുരം സത്യഭാമായുക്തോ ഭക്തൈകബന്ധു സ്വയമത ഭഗവാന ജഗാമഗമാത്മാ അസൗ വാസുദേവ ദേവ അപി തൽപുരം ജഗാമ. വാസുദേവനാകുന്ന ദേവനും തൽപുരത്തേക്കഗമിച്ചു. വാസുദേവനും ആ രാജധാനിയെ പ്രാപിച്ചു. വാസുദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണനും ആ രാജധാനിയെ പ്രാപിച്ചു എന്നാ പറഞ്ഞത്. ഏത് രാജധാനി? പാഞ്ചാല രാജധാനി. എന്നാൽ ഇതേതാ സമയം എന്നാണെങ്കിൽ ദ്രുപദ മഹാരാജാവ് പാഞ്ചാല രാജാവ് തൻ്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സ്വയംവരം എന്ന് പറഞ്ഞാൽ വിവാഹം. വിവാഹങ്ങൾക്ക് അങ്ങനെ പരീക്ഷ പതിവുണ്ടോന്നാണെങ്കിൽ അതല്ല. പിന്നെയോ പാഞ്ചാലിയെ അർജുനന് കൊടുക്കണം എന്നാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കേൾക്കുന്നത് അർജുനനും മറ്റ് പാണ്ഡവരും അരക്കില്ലത്തിൽപ്പെട്ട് വെന്തു മരിച്ചു എന്ന്.
അപ്പോ പിന്നെ പുത്രിക്ക് യോഗ്യനായിട്ട് മറ്റൊരു വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരായുധ മത്സരം നിശ്ചയിച്ചത്. വീരപരീക്ഷ. അതിൽ ജയിക്കണയാൾക്ക് പാഞ്ചാലിയെ നൽകാമെന്നും തീർച്ചയാക്കി. ആ ക്ഷണം സ്വീകരിച്ച് സകല രാജാക്കന്മാരെന്ന് വേണം പറയാൻ പാഞ്ചാല രാജധാനിയിലെ എത്തലേഞ്ഞു. കേമന്മാരായിട്ടുള്ളവര് അനവധി അവിടെ എത്തിയിട്ടുണ്ട്. മഗധ രാജാവ് ജരാസന്ധൻ, ചേതി രാജാവ് ശിശുപാലൻ, കൗരവ ശരി, അങ്ങനെ അജയുടെ പ്രകടനമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരുപാട് കുട്ടികൾ മികച്ച പ്രകടനവുമായി കൊല്ലത്ത് തകർക്കുകയാണ്. അജയ്ക്ക് അല്പം തിരക്കുണ്ട്, അജയെ നമുക്ക് വിടേണ്ടതുണ്ട്. അങ്ങനെ അജയുടെ പ്രകടനമാണ് നമ്മൾ കണ്ടത്. പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അജയ്ക്ക് ചാക്യാർ കൂത്തിനും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രതിഭകൾ TTS സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിലേക്ക് എത്തും. അവരുടെ പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് സ്വർണ്ണ നാണയവുമായി 24-ഉമുണ്ട്. പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തെ 24 പവലിയനിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരിൽ നിന്നാണ് സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുക. തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈദേഹി TS ആദ്യ സമ്മാനത്തിന് അർഹയായി. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പും 24-ഉം ചേർന്നാണ് 1 ഗ്രാം വീതമുള്ള സ്വർണ്ണ നാണയം നൽകുന്നത്. അപ്പൊ നമ്മുടെ പവലിയനിൽ വന്ന് പ്രകടനം നടത്തുന്ന ടീമിനോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് ഇവിടെ ഒരു കൂപ്പൺ, അവരുടെ ടീമിന്റെ പേര്, വ്യക്തികളാണെങ്കിൽ അവരുടെ പേരുകൾ എഴുതിയിടുക. വൈകിട്ട് നറുക്കെടുപ്പിലൂടെ അൽ മുക്താദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ അൽഫത്ത 1 ഗ്രാം ഗോൾഡ് കോയിൻ സമ്മാനം നൽകും വിജയികൾക്ക്. അപ്പൊ ആദ്യ വിജയി ഇവിടെ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ മോളുടെ പേരും വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അല്ലെ. പേരെന്താ? വൈദേഹി. ഏത് ടീമായിരുന്നു? ഏത് സ്കൂളായിരുന്നു? കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ സത്യം പറഞ്ഞ എന്താ തോന്നിയ ഈ ഇത് അടിച്ചിട്ടുണ്ടെന്നോ? ഇത് എഴുതിയിട്ടപ്പോ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷയില്ലായിരുന്നു. അമ്മയ്ക്ക് കൂപ്പൺ കൊടുത്തു. അമ്മ ഇതെന്തായാലും കാര്യം കാണത്തില്ല, ഞാൻ അമ്മ സൂക്ഷിച്ച് വെച്ചേരേന്ന് പറഞ്ഞപ്പോ ഇല്ല കാര്യമൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്ത് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അപ്പോഴാണ് കോള് വന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഈ 1 ഗ്രാം ഗോൾഡ് കോയിൻ നിങ്ങൾ തിരുവനന്തപുരം അല്ലേ? അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ ഈ അൽ മുക്താദർ ജ്വല്ലറിയിൽ ചെന്നാൽ ഇത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരു പ്രകടനത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് നിന്നുള്ള കൃഷ്ണ P ആണ് ഇനി TTSൽ നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. ഭരതനാട്യമാണ് കൃഷ്ണയുടെ മത്സര ഇനം. MES ട്രസ്റ്റ് പബ്ലിക് സ്കൂൾ കരിമ്പാറയിലെ വിദ്യാർത്ഥിയാണ് കൃഷ്ണ. സ്വാഗതം കൃഷ്ണ. മത്സരം കഴിഞ്ഞ് ഉഷാറായില്ലേ കൃഷ്ണ? എവിടെയാ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ 10ാം ക്ലാസ്സിലാണ്. ആ, ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് കിടക്കാം. ലതാകി ഇനീത ലയമുടനെ നടനം ആടിടും നടേശ നീ ധനിതപദനി സാനിതപദനി ദിഗമപദനി സതി ഗരിസനി ഗരിസനി ധനി രേസ സാനിധനി ധനി ദിഗരിനി സാനിതപദനി വിരിസടയനി പുലിയുടയനി ഹരിഹരനു നീ കലിയുലകിൽ നീ കരുണ കടൽ നീ പതഞ്ജലി മുനി തൊഴും പദമനി പരമരുപ നടനം ആടിടും നടേശ പദനി സനിധ പദനി ദിഗാ ഗരി മഗരി സനിധ പമ പദനി സനിധ ma badani da ba ma ga ma ba da ba ma ga ri sa ri ga ma ga ma pa ma pa da pa da ni da ni ti ga ri sa ni sa ni da ba da ni ga ri ga ri sa ni da ni ti ga ri sa ni da ri sa ni da pa ma pa da da na ആടിടും നടേശ
കൃഷ്ണ എന്തായാലും ഗംഭീരമായി. കൃഷ്ണയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത് കൃഷ്ണ? കൃഷ്ണയ്ക്ക് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ കൃഷ്ണ? ശരി, എന്തായാലും നല്ല പ്രകടനമായിരുന്നു. കൃഷ്ണയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. തുടർന്നും ഈ കലാരംഗത്ത് മികച്ച രീതിയിൽ തന്നെ മുന്നേറാൻ കൃഷ്ണയ്ക്ക് കഴിയട്ടെ. പാലക്കാട് നിന്നുള്ള കൃഷ്ണ പി ആണ് ഇപ്പോൾ TTS സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി കലോത്സവ നഗരിയിൽ നിന്ന് നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. ഭരതനാട്യമാണ് കൃഷ്ണയുടെ മത്സര ഇനം. MES ട്രസ്റ്റ് പബ്ലിക് സ്കൂൾ കരിമ്പാറയിലെ വിദ്യാർത്ഥിയാണ് കൃഷ്ണ. ഇനിയും വരും മണിക്കൂറുകളിലും ഒരുപാട് പ്രതിഭകൾ ഈ TTS സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിലേക്ക് എത്തും. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ നേരത്തെ TTS സംവിധാനത്തിലൂടെ നമുക്ക് മുമ്പിലെത്തിയ കൃഷ്ണയുടെ പ്രകടനം മികച്ചതായിരുന്നു, നല്ല പ്രകടനമായിരുന്നു എന്ന് പറയുന്നു അസംബി എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന്. ഇതായിരുന്നു SKൻ്റെ സർപ്രൈസ് എന്ന് ചോദിക്കുന്നു വസന്ത് കുമാരി എന്ന ഐഡിയിൽ നിന്ന്. TTS സംവിധാനമല്ല, TTS സംവിധാനം ഇതിനു മുമ്പും നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കലോത്സവത്തിലും അല്ലാതെയുമൊക്കെ ഈ TTS സംവിധാനത്തിൻ്റെ സാധ്യതകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സർപ്രൈസ് അതല്ല, സർപ്രൈസ് ഇനി ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനായി പ്രേക്ഷകർ കാത്തിരിക്കുക. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ എന്ന് പറയുന്നു വിപിൻ വെള്ളിയാട്ട് എന്ന് പറയുന്ന പ്രേക്ഷകൻ. തീർച്ചയായും അത് തന്നെയാണ് ഈ കുട്ടികളെയൊക്കെ അഭിനന്ദിക്കാനുള്ള, അവർക്ക് കൂടുതൽ വേദികൾ ഉണ്ടാവാനുള്ള, അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ കലോത്സവത്തെ നമ്മൾ കാണേണ്ടത്. മത്സരത്തിൽ ജയിക്കുക എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ്, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അവർക്ക് അവരുടെ കലാപ്രകടനം നടത്താനുള്ള വേദി ഉണ്ടാവുക, അത് വിപുലമായ വേദിയായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് കുട്ടികൾ ഭംഗിയായി തന്നെ അവരുടെ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷവും. തിരുവനന്തപുരത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് പരാതി. മുത്തശ്ശിയോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ ഇന്ന് പുലർച്ചെയാണ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാട്ടാക്കട പൂവച്ചൽ കുറകോണത്താണ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് മുത്തശ്ശി ഉണർന്നതോടെ അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു. കാക്കി ഷർട്ടും കറുത്ത പാന്റും ധരിച്ചെത്തിയ ആളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് കുട്ടിയുടെ പിതാവ്. ഒരു പയ്യൻ, അതായത് എൻ്റെ അത്ര പൊക്കവും എൻ്റെ അത്ര വണ്ണമുള്ള ഒരു ആള് കൊച്ചിനെ എടുത്തും കൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാനെന്നും പറഞ്ഞ അമ്മായി പുറത്തിറങ്ങുന്നത്. ഞാനെല്ലാന്നും കൊച്ചു പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചപ്പോഴാണ് ആൾ അവിടെ നിർത്തിയിട്ട് ഹാളിൽ നിർത്തിയിട്ട് ഇറങ്ങി ഓടി. ഞങ്ങൾ ഈ ബേളം കെട്ടിട്ട് ഞങ്ങളും പുറത്തിറങ്ങി ഓടിയപ്പോഴത്തേക്കും പട്ടി കിടന്ന് കുടിക്കും, പക്ഷെ ആളിനെ കാണാനില്ല. ആ സമയത്ത് ആളിനെ വ്യക്തമായിട്ട് കണ്ടു, പക്ഷെ മുഖം കണ്ടില്ല. കാക്കി ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. പിതാവ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അജ്ഞാതൻ കുതറിയോടി. ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കാട്ടാക്കട പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം. നാട് വിടാനൊരുങ്ങിയത് BTSനെ കാണാൻ. തമിഴ്നാട്ടിൽ നിന്ന് കൊറിയൻ ഗായക സംഘം BTSനെ കാണാൻ നാടുവിട്ട 3 പെൺകുട്ടികളെയും കണ്ടെത്തി. കരൂർ സ്വദേശികളെ വെല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. കടുത്ത BTS ആരാധകരായ പെൺകുട്ടികൾ 1 മാസമെടുത്താണ് യാത്രയ്ക്കായി പദ്ധതി തയ്യാറാക്കിയത്. സമ്പാദ്യക്കുടുക്ക പൊട്ടിച്ച് 14,000 രൂപയുമായി ചെന്നൈയിൽ നിന്ന് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മൂവരും യാത്ര തിരിച്ചത്. വിശാഖപട്ടണത്തെത്തി അവിടെ നിന്നും കപ്പൽ മാർഗം കൊറിയയിലേക്ക് പോകാനായിരുന്നു പദ്ധതി. യാത്രാമധ്യേ കാട്ട്പാടി സ്റ്റേഷനിൽ നിന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ട്രെയിൻ വിട്ടുപോയി. അതോടെ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങി. സംശയം തോന്നിയ റെയിൽവേ പോലീസ് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് വിവരം പുറത്തറിയുന്നത്. കുട്ടികളെ ശിശുസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. കൌൺസിലിംഗ് നടത്തിയ ശേഷം കുടുംബത്തോടൊപ്പം വിട്ടയക്കും. ന്യൂസ് ഡെസ്ക് 24. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ കുറവുകൾ മൂലം RTO ഓഫീസിൽ ലൈസൻസ് ടെസ്റ്റുകളും ഫിറ്റ്നസ് ടെസ്റ്റുകളും ഒക്കെ ശരിയായ രീതിയിൽ നടക്കുന്നില്ല. പുതിയ ഗതാഗത മന്ത്രിയെങ്കിലും അതിനൊരു ഉചിതമായ തീരുമാനമെടുക്കണം, നടപടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ആവശ്യം അനന്തകൃഷ്ണൻ, അദ്ദേഹം അങ്ങനെയാണ് കമൻറ്റ് കുറിക്കുന്നത്. കാലാവസ്ഥാ വാർത്തകൾ നൽകണേ എന്ന് പറയുന്നു രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ.
അങ്ങനെ കമന്റ് ബോക്സ് സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ശീതതരംഗം 3 ദിവസം കൂടി തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് ശീതതരംഗ സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മൂടൽ മഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യൻ മേഖലയിൽ ട്രെയിനുകൾ വൈകുകയാണ്. ഡൽഹിയിലേക്കുള്ള 22 ട്രെയിനുകൾ വൈകി. ഡൽഹിയിൽ സ്കൂളുകൾക്കുള്ള ശൈത്യകാല അവധി ഈ മാസം 10 വരെ നീട്ടി. സംസ്ഥാനത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം മഴ തുടരും. എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഇനി ബംഗ്ലാദേശ് ജനവിധി എഴുതുന്നു. പ്രതിപക്ഷ കക്ഷികളുടെ ബഹിഷ്കരണത്തിനിടെ ബംഗ്ലാദേശിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് 5-ാം ഊഴം ലഭിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനിടെ തെരഞ്ഞെടുപ്പിനിടെ പരക്കെ അക്രമമുണ്ടായി. 300 പാർലമെന്റ് സീറ്റുകളിലേക്ക് 2000 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. BNP പാർട്ടി രാജ്യത്ത് പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ജനാധിപത്യം മരിച്ചു. ഇപ്പോൾ നടക്കുന്നത് വ്യാജ തെരഞ്ഞെടുപ്പാണെന്നും BNP നേതാവ് അബ്ദുൽ മൊയിൻ ഖാൻ പ്രതികരിച്ചു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും ചെറിയ സഖ്യകക്ഷികളും മാത്രമാണ് മത്സരരംഗത്തുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് 5-ാം ഊഴം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച BNPയുടെ നിലപാടിനെ ഷെയ്ഖ് ഹസീന വിമർശിച്ചു. BNP এবং জামাত জোটরা জ্বালাও পোড়াও অনেক ঘটনা ঘটিয়েছে। কালকেও দেখেছি এবং তার আগেও আপনারা দেখেছেন ট্রেনে আগুন দেওয়া থেকে শুরু করে গাড়িতে আগুন দেওয়া, মানুষকে বাধা দেওয়া. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പിനിടെ ബംഗ്ലാദേശിൽ വ്യാപക അക്രമമുണ്ടായി. 10 ജില്ലകളിലായി 14 പോളിംഗ് കേന്ദ്രങ്ങളും 2 സ്കൂളുകളും അഗ്നിക്കിരയാക്കി. അക്രമസംഭവങ്ങളിൽ 5 പേർ അറസ്റ്റിലായി. നാളെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. ഇന്ത്യയിൽ നിന്നുള്ള 3 പേരടക്കം 100-ലധികം വിദേശ നിരീക്ഷകരുടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോഴിക്കോട് ICU പീഡനത്തിലെ വകുപ്പ് തല നടപടിക്ക് വീണ്ടും സ്റ്റേ. മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണിയുടെ സ്ഥലമാറ്റ ഉത്തരവും സ്റ്റേ ചെയ്തു. നേരത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസർ VP സുമതിയുടെ സ്ഥലമാറ്റ ഉത്തരവും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മരവിപ്പിച്ചിരുന്നു. ജനുവരി 1-നാണ് ICU പീഡന കേസിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ VP സുമതിയെയും നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണിയെയും സ്ഥലം മാറ്റി DME ഉത്തരവ് പുറത്തിറക്കിയത്. സർവീസിൽ നിന്നും വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഇരുവർക്കുമെതിരായ നടപടി. പീഡന പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥലം മാറ്റം. തങ്ങളോട് വിശദീകരണം ചോദിച്ചില്ലെന്ന് കാണിച്ച് ഇരുവരും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ഈ വാദം അംഗീകരിച്ചാണ് ഇപ്പോഴത്തെ ഉത്തരവ്. കോന്നി മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ബെറ്റി ആന്റണി സ്ഥലം മാറ്റിയത്. 2 മാസത്തേക്കാണ് സ്റ്റേ. കേസിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 ജീവനക്കാരെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് വെളുത്തുള്ളിയുടെ വില കുതിക്കുകയാണ്. വില ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ്. 1 കിലോയ്ക്ക് 260 രൂപ മുതൽ 300 രൂപ വരെ നൽകണം. അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് വില വർധനയ്ക്ക് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. റിപ്പോർട്ട് കാണാം. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വെളുത്തുള്ളി എത്തിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം.
മഴ മൂലം കൃഷി നശിക്കുകയും വിളവെടുപ്പ് വൈകുകയും ചെയ്തു. ഈ സമയത്തോട് പുതിയ കൃഷി ആവേണ്ടതാണ്. അതാവാത്ത പ്രശ്നം മഴ കാരണങ്ങളൊക്കെയാണ് അവർ പറയുന്ന ഇഷ്യൂ. അപ്പോൾ അത് ഇനി വില കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, പുതിയത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ കൃഷി ആയിട്ടുള്ള ഇതിലൊക്കെ നമുക്ക് കിട്ടണം. അത് ജനുവരി ലാസ്റ്റിലൊക്കെ ആയിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 കിലോ വെളുത്തുള്ളിക്ക് 260 രൂപ മുതൽ 300 രൂപ വരെയാണ് നിലവിലെ വില. നിലവാരമനുസരിച്ചാണ് വിലമാറ്റം. 230 മുതൽ 260 രൂപ വരെയാണ് ഹോൾസെയിൽ വില. എന്നാൽ മറ്റു പച്ചക്കറികൾക്ക് വിലക്കുറവാണെന്നും വ്യാപാരികൾ പറയുന്നു. സാധാരണ വെളുത്തുള്ളി മാത്രമേ വിലയുള്ളൂ. പച്ചക്കറി സാധനമൊക്കെ വില കുറവാണ്. പച്ചക്കറിക്കൊന്നും വിലയില്ല. ബാക്കി എല്ലാത്തിനും വില കുറവാണ്. വെളുത്തുള്ളി മാത്രമേ വില കൂടുതലുള്ളൂ. ചെറുള്ളി വില കൂടുതലുണ്ട്. ഇപ്പോൾ ചെറുള്ളി വില കുറഞ്ഞിരിക്കണം. വില കൂടിയതോടെ ആളുകൾ വെളുത്തുള്ളി വാങ്ങുന്ന അളവും കുറച്ചു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുത്ത വെളുത്തുള്ളിയാണ് നിലവിൽ വിൽപ്പന നടത്തുന്നത്. പുതിയ വെളുത്തുള്ളി വിളവെടുക്കാൻ ഫെബ്രുവരിയാകും. അതിനാൽ 1 മാസം കൂടി വില വർധന തുടരാനാണ് സാധ്യത. പ്രതിസന്ധിയെ തുടർന്ന് വെളുത്തുള്ളി അച്ചാർ നിർമ്മാണവും കമ്പനികൾ പരിമിതപ്പെടുത്തി. വെളുത്തുള്ളിയുടെ അനാവശ്യ ഉപയോഗം നിയന്ത്രിക്കാൻ ജനങ്ങളെ ബോധവത്കരിക്കണം. ഒപ്പം ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴി കൂടുതൽ വെളുത്തുള്ളി സംഭരിച്ച് സബ്സിഡി നിരക്കിൽ വിപണിയിൽ ലഭ്യമാക്കണം. എങ്കിൽ മാത്രമേ നിലവിലെ വെളുത്തുള്ളി പ്രതിസന്ധി പരിഹരിക്കാനാകൂ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കണ്ണൂർ കളക്ടറേറ്റ് വളപ്പിൽ സമരം ചെയ്ത എം വിജിൻ MLA മനസ്സിലായില്ലെന്ന് SI ഷമീലിന്റെ വിശദീകരണം. അതേസമയം MLA ആണെന്ന് സ്ഥലത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് ACPയുടെ റിപ്പോർട്ടിലെ പരാമർശം. SIക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് കണ്ണൂർ ACPയുടെ അന്വേഷണ റിപ്പോർട്ട്. MLA തിരിച്ചറിഞ്ഞില്ലെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹിയെന്ന് തെറ്റിദ്ധരിച്ചാണ് MLAക്കെതിരെ പ്രതികരിച്ചതെന്നുമാണ് കണ്ണൂർ ACPക്ക് ടൗൺ SI PP ഷമീൽ നൽകിയ വിശദീകരണം. എന്നാൽ SIയുടെ വാദം തള്ളുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മൈക്ക് പിടിച്ചുവാങ്ങിയത് കളക്ടറേറ്റ് വളപ്പിൽ നിയന്ത്രണമുള്ളതിനാലെന്നും SI നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. MLAയുടെ പേര് ചോദിച്ചത് SI പറഞ്ഞിട്ടാണെന്ന് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. SI പ്രോട്ടോകോൾ ലംഘിച്ച് പെരുമാറിയെന്നും കളക്ടറേറ്റ് മാർച്ചിനിടെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സുരക്ഷാ വീഴ്ച മറച്ചുവെക്കാൻ SI അപമര്യാദയായി പെരുമാറിയെന്നാണ് MLA വിജിന്റെ വാദം. നടപടി വേണമെന്നും വിജിൻ ആവശ്യപ്പെടുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ACPയുടെ അന്വേഷണ റിപ്പോർട്ടും എതിരായതോടെ SIക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യത തെളിഞ്ഞു. 24 കണ്ണൂർ. ഒരു MLA, ഒരു ജനപ്രതിനിധിയെ, പ്രത്യേകിച്ച് ഒരു MLA മനസ്സിലായില്ല എന്നൊരു പോലീസുകാരൻ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം എല്ലാവരും ആലോചിക്കട്ടെ. അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ട്രെയിനിൽ വെച്ച് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. ട്രെയിനിന് പുറത്തേക്കിട്ട കാലിലെ 5 വിരലുകൾ ചതഞ്ഞരിഞ്ഞു. പെരുമ്പാവൂർ തണ്ടേക്കാട് ജമാഅത്ത് HSSലെ മുഹമ്മദ് ഫൈസലിനാണ് പരിക്കേറ്റത്. HS വിഭാഗം വട്ടപ്പാട്ട് മത്സരത്തിൽ A ഗ്രേഡ് ലഭിച്ചു മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ രാജ്, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്നലെ വട്ടപ്പാട്ട് മത്സരം കഴിഞ്ഞ ഈ പെരുമ്പാവൂർ തട്ടേക്കാട് HSSലെ മുഹമ്മദ് ഫൈസൽ, ജമാഅത്തെ HSSലെ മുഹമ്മദ് ഫൈസലാണ് ഇവിടെ നിന്ന് സംഘത്തോടൊപ്പം മടങ്ങിയത്. ഈ മടങ്ങുന്ന വഴിയിലാണ് ഈ കാല് ശുചിമുറിക്ക് സമീപമുള്ള വാതിൽ പുറത്തേക്ക് കിടക്കുകയായിരുന്നു. ഉറങ്ങിപ്പോകുന്നതിനിടയിൽ കാല് ഈ സമീപത്തെ പോസ്റ്റിലോ മരക്കുറ്റിയിലോ ഇടിച്ചതാകാം എന്നുള്ള പ്രാഥമിക സംശയമാണ് ഇപ്പോൾ ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. 5 വിരലുകളും ചതഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തരമായി ശസ്ത്രക്രിയ കൂടി വേണ്ടിവരും എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വട്ടപ്പാട് മത്സരത്തിൽ മണവാളിനായി അഭിനയിക്കുകയും ഇതിൽ A ഗ്രേഡ് നേടുകയും ചെയ്ത ശേഷം മടങ്ങുന്ന വഴിയിലാണ് അപകടമുണ്ടായിട്ടുള്ളത്. ശരി, അരുൺ രാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ട്രെയിനിൽ വെച്ച് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ട്രെയിനിന് പുറത്തേക്കിട്ട കാലിലെ 5 വിരലുകൾ ചതഞ്ഞരിഞ്ഞു. പെരുമ്പാവൂർ തണ്ടേക്കാട് ജമാഅത്ത് HSSലെ മുഹമ്മദ് ഫൈസലിനാണ് ഇങ്ങനെ പരിക്കേറ്റത്. മുഹമ്മദ് ഫൈസൽ HS വിഭാഗം വട്ടപ്പാട്ട് മത്സരത്തിൽ A ഗ്രേഡ് ലഭിച്ച് മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ച് നല്ല ഗ്രേഡൊക്കെ വാങ്ങി മടങ്ങുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. മത്സരം കഴിഞ്ഞ ശേഷം ഫലം വരുന്നത് വരെയുള്ള നേരം മത്സരാർത്ഥികൾക്ക് ആശങ്കകൾ നിറഞ്ഞ ഇടവേളയാണ്. ആ ആശങ്കകൾക്കിടയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടിയിൽ മത്സരിക്കാനെത്തിയ കണ്ണൂർ ആലക്കോട് നിന്നുള്ള അനവദ്യ സത്യം മാത്രം പറയുന്ന ഒരു തത്തയെ തേടിയിറങ്ങിയത്. അനവദ്യയ്ക്ക് തത്തയെ കണ്ടെത്താനായോ എന്ന് നമുക്ക് നോക്കാം.
ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, കണ്ടിരുന്നോ? സാറേ, ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, കണ്ടിരുന്നോ? കൈ നോക്കുന്ന ഒരാള് കണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു, കാണുന്നില്ല. എവിടെയാ പോയെന്ന് അറിയില്ലല്ലേ? ഏട്ടാ, ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിനോ? കുറച്ച് മുമ്പ് കണ്ട ഇവിടെ എവിടെയോ കണ്ടിരുന്നു, ഒരു മറ്റേ തത്തേനൊക്കെ ആയിട്ട്. മത്സരം ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഭയങ്കര ടെൻഷൻ. എനിക്കൊന്ന് കൈ നോക്കണമായിരുന്നു. തിന്മേന്റെ തത്ത കള്ളം പറയില്ല, അതുപോലത്തെ ഒരു തത്തയുണ്ട് ഇവിടെ. ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് അങ്ങ് അന്വേഷിച്ചേക്കാം. ഞങ്ങളൊന്ന് നോക്കിട്ട് വരാം. അതേ ഇരിക്കണു കാക്കാരൻ. നമുക്കെന്നാ അങ്ങോട്ടൊന്ന് പോവാം. അതായത് ഒറ്റ മിനിറ്റ്, ആദ്യമേ ഞാനൊന്ന് പോയി നോക്കിയിട്ട് പുള്ളി എന്താ പറയുന്നത് നോക്കട്ടെ, എന്നിട്ട് നീ വന്നാൽ മതി. ഓക്കെ ചേട്ടാ, ഒന്ന് കൈ നോക്കണല്ലോ. കൈ, സംഘുണ്ട് കൈ, സകല കൈ, ഈ ആയിന്റെ രേഖല്. അങ്ങനെ 3 അപകടങ്ങള്. ആദ്യം 14 അപകടങ്ങള്, 18 അപകടങ്ങള്, 23 അപകടം പറ്റി. തൽക്കാലം കട്ടപ്പോകാം. എന്റെ അവസ്ഥ കണ്ടില്ലേ, കംപ്ലീറ്റ് കട്ടപ്പുകയാ. നീ നോക്കണോ? ഓക്കെ, എന്നാ പിന്നെ നോക്കിക്കോ. ചേട്ടാ, ഞാൻ ഹയർ സെക്കൻഡറി കുച്ചിപ്പുടിയിലാണ് മത്സരിച്ചത്. ജയിക്കുവോ? അഴുതാണ്ടി പേർക്ക് വയസ്സ് 17. കാര്യങ്ങളെ കൊള്ളാമാ, സമയങ്ങളെ കൊള്ളാമാ. ഈ பகா ஒன்று மட்டும் ഈ நடனத்தையும் ஃபஸ்ட்டு பாஸ் பண்ணோம். இப்போ நடக்கிறது பாஸ் பண்ணோம், தோற்றதில்லை. 10 100 பிள்ளைகள் இருந்தாலும் சரி, நீ தான் ஃபஸ்ட்டாக ராங்க வரும். എന്തായാലും മത്സരത്തിൽ എ ഗ്രേഡ് ഉറപ്പെന്ന് നടരാജന്റെ തത്ത പറഞ്ഞതോടെ അനവധ്യ ഹാപ്പിയായി. ഇനി തത്ത പറഞ്ഞത് സത്യമാകുമോ എന്നറിയാൻ മത്സരഫലം വരും വരെ കാത്തിരിക്കണം. രാജേഷ് സുദേവനൊപ്പം കൊല്ലത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. സ്കൂൾ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുമ്പോൾ ദുബായിൽ കലോത്സവ ഓർമ്മകളിലാണ് മുൻ കലാതിലകം രാധിക നാരായണൻ. വർഷങ്ങളോളം യുവജനോത്സവ വേദികളിലെ താരമായിരുന്ന രാധിക ഇപ്പോൾ ദുബായിലും കലാമേഖലയിൽ സജീവമാണ്. ഓരോ കലോത്സവകാലം എത്തുമ്പോഴും കോഴിക്കോട് സ്വദേശി രാധിക നാരായണന്റെ മനസ്സ് വർഷങ്ങൾക്ക് പുറകിലെത്തും. ഒരിക്കൽ താൻ ഉൾപ്പെടെ വേദിയിലെത്തിയിരുന്ന ആ മനോഹര കാലത്തിന്റെ ഓർമ്മകളിൽ മുഴുകും. കലോത്സവം എന്നാൽ അത്രമേൽ ജീവനാണ് രാധികയ്ക്ക്. പഠനകാലത്ത് 5 വർഷം തുടർച്ചയായി ജില്ലാ കലാതിലകവും 2 വർഷം സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി കലാതിലകവുമായിരുന്ന രാധിക അന്ന് കലോത്സവ വേദികളിലെ നിറ സാന്നിധ്യമായിരുന്നു. LKGയിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് രാധികയ്ക്ക് വേദികളോടും കലയോടുമുള്ള ഇഷ്ടം. കഥകളി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കഥാപ്രസംഗം, മോണോ ആക്ട് തുടങ്ങി പങ്കെടുക്കുന്ന ഓരോ ഇനങ്ങൾക്കും വിജയികളായവരുടെ പേരുകളിൽ ആദ്യം രാധികയുടെ പേരുണ്ടാകും. ഓരോ കലോത്സവങ്ങൾക്കുമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ എത്രയോ തവണ പോയതിന്റെ അനുഭവങ്ങൾ ഇന്നും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാധികയ്ക്ക്. ഞാൻ 5 വർഷം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അതിൽ 2 വർഷം കലാതിലകമായിരുന്നു ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്ത്. 5 വർഷം കോഴിക്കോട് ജില്ലാ കലാതിലകമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്.
ശരിക്കും തിരിച്ച് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു എഫക്റ്റാണ് നമുക്ക്. മനസ്സും നമ്മളെല്ലാവരും വീണ്ടും ചെറുതായിട്ട് ആ മത്സരവും ആ ദിവസത്തെ തിരക്കും ആ ദിവസം നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നാണ് കലോത്സവ ദിവസങ്ങൾ. UAയിലെ തിരക്കുള്ള നൃത്താധ്യാപികയാണ് ഇന്ന് രാധിക. പ്രവാസ ജീവിത തിരക്കുകളിലും കലയെ മുറുകെ പിടിക്കുകയാണ് ഇന്നും ഈ കലാകാരി. നേരിട്ട് കലോത്സവ വേദികളിൽ എത്താനായില്ല എങ്കിലും ഇപ്പോഴും മനസ്സ് മുഴുവൻ അവിടെയാണെന്ന് പറഞ്ഞു വെക്കുന്നു രാധിക. ഞാൻ കലയാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഞാനിപ്പം സോഹം എന്നുള്ളൊരു ഡാൻസ് ആൻഡ് യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ദുബായിൽ നടത്തുന്നുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പം എല്ലാ പ്രാവശ്യവും നാട്ടിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാംസും കാണാൻ പോകാറുണ്ടായിരുന്നു. ഈ വർഷം പോവാൻ ഇവിടുത്തെ പ്രവാസി ആയതുകൊണ്ട് അതിൻ്റെ ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട് മാത്രം പോകാൻ പറ്റിയില്ല. പക്ഷേ ഇത് നടക്കുന്ന ഇന്നലെ ദിവസം മുതൽ മോഹിനിയാട്ടമാണെങ്കിലും ഇന്നത്തെ പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാം ഇരുന്ന് TV-യിലിരുന്ന് എല്ലാ ന്യൂസും അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ദേശീയ സ്കൂൾ ഗെയിംസിൽ ബോക്സിംഗ് മത്സരത്തിനെതിരെ ഗുരുതര പരാതിയുമായി കേരള ടീം. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ പരാജയപ്പെടുത്തിയെന്നാണ് ആക്ഷേപം. ബോക്സിംഗ് താരങ്ങൾ റിംഗിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഡൽഹിയിൽ തുടരുന്ന സ്കൂൾ ഗെയിംസിലെ അണ്ടർ 17-19 ബോക്സിംഗ് മത്സരത്തിനെതിരെയാണ് ഗുരുതര പരാതി. അണ്ടർ 17-19 വിഭാഗങ്ങളിലായി 27 താരങ്ങളാണ് മത്സരത്തിനായി ഡൽഹിയിലെത്തിയത്. മത്സരത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഏകപക്ഷീയമായ നിലപാട് സംഘാടകർ സ്വീകരിച്ചുവെന്നാണ് പരാതി. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യരാകേണ്ട താരങ്ങളെ മനഃപൂർവ്വം തോൽപ്പിച്ചുവെന്ന് താരങ്ങൾ ആരോപിക്കുന്നു. 5 പേരടങ്ങുന്ന വിധികർത്താക്കളിൽ പലരും ഡൽഹി ടീമിന് അനുകൂലമായി നിന്നുവെന്നാണ് പരാതി. ഇതോടെ താരങ്ങളിൽ പലരും ക്വാർട്ടർ കാണാതെ പുറത്തായി. ബോക്സിംഗ് റിംഗിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് വിധികർത്താക്കൾ ചില മത്സരങ്ങളിൽ വഴങ്ങിയതെന്ന് താരങ്ങൾ 24-നോട് പറഞ്ഞു. തളർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർ ഇത് ചെയ്യുക, ടൈം കുറയ്ക്കുക, അപ്പം തന്നെ ഒരു ബെല്ല് അടിക്കും. പിന്നെ എല്ലാ കളിയും ഭോപ്പാൽ വെച്ചിട്ടുണ്ടായിരുന്നാലും മണിപ്പൂർ വെച്ചിട്ടുണ്ടായിരുന്നാലും എല്ലാ കളിയിലും ലൈവ് ഉണ്ടായിരുന്നു. എല്ലാ കളിയുടെ ലൈവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ ക്യാമറ അലോഡ് അല്ലെന്നാണ് പറയുന്നത്. 2-3 പേര് റിംഗിൽ കയറി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിയാണ് അവരെ ഇറക്കിയത്. കോച്ച് സംസാരിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം നമുക്ക് കിട്ടേണ്ട പല ബൗട്ടും ക്ലീൻ ആയിട്ട് നമ്മൾ 3 റൗണ്ട് 1-2 ബൗട്ടല്ല പോയത്. നമുക്ക് ക്ലീൻ ആയിട്ട് നമ്മൾ 3 റൗണ്ട് നമ്മൾ തന്നെ പിടിച്ച ബൗട്ടാണ് അവർക്ക് കൊടുത്തത്, അതും 0-5-ന്. ഭാവി സ്വപ്നം കണ്ട് മാസങ്ങൾ നീണ്ട കടുത്ത പരിശീലനത്തിന് ശേഷം റിംഗിലിറങ്ങിയപ്പോൾ മത്സരം പക്ഷപാതപരമായതിന്റെ കടുത്ത നിരാശയിലാണ് താരങ്ങൾ. കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളും സമാന പരാതിയുമായി രംഗത്തുണ്ട്. നിതിൻ അംബുജൻ, 24, ഡൽഹി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വനംവകുപ്പിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. 2 തവണ മയക്കുപിടി വെച്ച പുലിയെ വൈകാതെ കൂട്ടിലേക്ക് മാറ്റും. സമീർ ബിൻ കരീം പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിന് പിന്നാലെ വനംവകുപ്പിന്റെ വ്യാപക തിരച്ചിലിന് പിന്നാലെ ഇപ്പോൾ പുലി പിടിയിലായിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് മാറ്റാനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും തടസ്സങ്ങളോ വെല്ലുവിളികളോ ഉണ്ടോ സമീർ? റിജിത്ത്, നിലവിൽ ഈ കൂട്ടിലേക്ക് മാറ്റുന്നതിന് മറ്റു തടസ്സങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേയാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ആകെ ആക്രമണം നടത്തിയ പുലിയെ വനം വകുപ്പ് പിടികൂടിയത്. ആദ്യ ഡോസും പിന്നീട് മറ്റൊരു ഡോസും, അങ്ങനെ 2 ഡോസ് മയക്ക് വെടി നൽകുകയും ഇതോടുകൂടി ഈ പുലി വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലാവുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ പുലിയെ കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഈ മേഖലയിലേക്ക് മാധ്യമങ്ങൾക്കൊപ്പം തന്നെ പ്രദേശവാസികൾക്ക് പ്രവേശനമില്ല. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ മയക്കുവെടി ഏറ്റ പുലിയെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും വനം വകുപ്പിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം, നാട്ടുകാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം, ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ പുലി ഇപ്പോൾ സമീർ, ഇനി ഈ റോഡ് തടഞ്ഞടക്കമുള്ള പ്രതിഷേധത്തിലായിരുന്നു, ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു അവർ. ഇപ്പോൾ ഈ പുലി പിടിയിലായതോടുകൂടി ആ പ്രതിഷേധത്തിൽ ഏത് തരത്തിലുള്ള തുടർ നിലപാടാണ് ഈ പ്രദേശവാസികൾ സ്വീകരിക്കുന്ന സമയം?
റിജിത്ത്, നിലവിൽ ഈ പുലി പിടികൂടി നാട്ടുകാരുടെ മുന്നിലൂടെ കൊണ്ടുപോയാൽ മാത്രമേ ഇവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കാരണം നേരത്തെ പലതവണ വനംവകുപ്പിന്റെ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായിട്ടുണ്ട് ഇവർ എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഊന്നി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിടികൂടിയ പുലിയെ ഈ നാട്ടുകാർക്ക് മുന്നിലൂടെ അല്ലെങ്കിൽ നാട്ടുകാർ പ്രദർശിപ്പിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കാൻ ഇടയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണമായി നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. ഗൂഡല്ലൂർ വയനാട് പാതയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച റോഡ് വിരോധം ഇപ്പോഴും തുടരുന്നുണ്ട്. റിജിത്ത്, സമീർ, ഈ പുലികൂട്ടിലായെങ്കിലും ഈ പരിക്കേറ്റവർക്ക് അതുപോലെ ജീവൻ നഷ്ടമായവർക്ക് ഒക്കെ സഹായം വേണം, അതുപോലെ സുരക്ഷിതമായ ആ പ്രദേശത്ത് തുടർന്നും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ആ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു ഉറപ്പ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുമോ സമീർ? രജിത്ത്, സ്വാഭാവികമായും അതുണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയ ഒരു വന്യജീവി ആക്രമണമോ അല്ല ഇത്. കാരണം വർഷങ്ങളായി ഇവർ നേരിടുന്ന ഗൂഡല്ലൂർ ഈ പന്തല്ലൂർ മേഖലയിലുള്ള ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ വന്യജീവി ആക്രമണം എന്നുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ പുലി ആക്രമണം എന്നുള്ളത്. കഴിഞ്ഞ ഡിസംബർ 19 മുതൽ ഇന്നലെ രാത്രി വരെയാണ് പുലിയുടെ ആക്രമണം ഈ പ്രദേശത്തുകാർ അനുഭവിച്ചത്. 3 ആഴ്ചക്കിടെ 6 പേർക്കാണ് ഇത്തരത്തിൽ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 2 പേർ മരണത്തിൽ കീഴടങ്ങുകയും ചെയ്തു. ഒന്നൊരു സ്ത്രീയും മറ്റൊന്ന് ഇന്നലെ മരിച്ച 3 വയസ്സുകാരിയായിട്ടുള്ള നാൻസി എന്ന് പറയുന്ന പെൺകുട്ടിയുമായിരുന്നു. ഇതായിരുന്നു ഏറെ വൈകാരികമായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം എന്നുള്ളതാണ്. കാരണം അംഗൻവാടിയിൽ നിന്നും അമ്മക്കൊപ്പം വരികയായിരുന്ന ഈ കുട്ടിയെ പുലി കടിച്ച് വലിച്ചുകൊണ്ട് മീറ്ററുകളോളം കൊണ്ടുപോകുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഇതോടുകൂടി നാട്ടുകാർ വളരെ വൈകാരികമായി ശക്തമായ പ്രതിഷേധവുമായി സംഘടിച്ചെത്തുകയായിരുന്നു. ഇവിടെ ആകെ പ്രതിഷേധം അണപൊട്ടി. നാടുകാണി ഒപ്പം തന്നെ ഗൂഡല്ലൂർ മേഖലയിലൊക്കെ തന്നെ ഈ വാഹനം തടഞ്ഞു വലിയ പ്രതിഷേധമുണ്ടായി. തുടർന്ന് രാത്രിയിൽ പോലീസ് ഇടപെട്ട് ഇവരെ ശാന്തമാക്കുകയായിരുന്നു. പിന്നീടാണ് രാത്രി വൈകി ഇവർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഗൂഡല്ലൂർ ഒപ്പം തന്നെ പന്തല്ലൂർ മേഖലയെ കേന്ദ്രീകരിച്ചായിരുന്നു ഹർത്താൽ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയാണ്. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ഇപ്പോൾ വനംവകുപ്പിന്റെ പിടിയിലായിട്ടുണ്ട്. 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തുടർച്ചയായി ആളുകൾക്ക് നേരെ ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കിയത്. 2 തവണ മയക്കുവെടി വെച്ച പുലിയെ വൈകാതെ കൂട്ടിലേക്ക് മാറ്റും. അതിനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണെന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ മലപ്പുറത്ത് യുവാവ് അറസ്റ്റിൽ. മോഷണക്കേസുകളിൽ പ്രതിയായ ഗൂഡല്ലൂർ സ്വദേശി സഞ്ജയ് ആണ് പിടിയിലായത്. വഴിക്കടവ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ് സമീർ? രജിത്ത്, ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും ചെയ്തുകൊണ്ടാണ് യുവാവ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള സഞ്ജയെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ബൈക്കിൽ എത്തിക്കൊണ്ട് യുവാവ് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എടവണ്ണയിൽ ഈ പെൺകുട്ടി ഉണ്ട് എന്ന കാര്യം കണ്ടെത്തിയത്. അവിടെ എത്തിക്കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ഈ പ്രതിക്കൊപ്പമാണ് പെൺകുട്ടി ഉള്ളത് എന്ന് കണ്ടെത്തുകയും തുടർന്നുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് എന്ന കാര്യം കൂടി ഈ പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. വൈകാതെ തന്നെ മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ തുടർ നടപടികളുടെ ഭാഗമായിക്കൊണ്ട് റിമാൻഡ് ചെയ്യും. ഗൂഡല്ലൂരിൽ എത്തിച്ച് വൈകാതെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് ഗൂഡല്ലൂരിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകും. അവിടെ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ള കാര്യം കൂടി വഴിക്കടവ് പോലീസിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നത്. റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ചില യൂട്യൂബ് കമൻറ്റുകളിലേക്ക് കൂടി പോയാൽ വാസുദേവ പൈ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, ലണ്ടനിൽ നിന്ന് 24 കാണുകയാണ്. ഇവിടെയുള്ള കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ സന്തോഷം എന്ന് പറയുന്നു അദ്ദേഹം. അതുപോലെ ഈ പുലിയെ കിട്ടി, പുലി കൂട്ടിലായി എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത. അതിൻ്റെ ആശ്വാസം പങ്കുവയ്ക്കുന്നു വസന്ത് കുമാരി എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന്. പിന്നെ സ്വർണ്ണക്കപ്പിനുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സ്വന്തം ജില്ല ജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകളും കാണാൻ കഴിയുന്നുണ്ട്. ശ്രീവിദ്യൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്ന കപ്പ് കോഴിക്കോടിന് തന്നെ, ഇജാസ് പറയുന്ന കപ്പ് കണ്ണൂർ കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. അങ്ങനെ
കമന്റ് ബോക്സിൽ സജീവമായ പ്രതികരണങ്ങൾ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഗവർണർ പോരുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മാറ്റമില്ലാതെ ഗവർണർ സർക്കാർ പോര്. ഗവർണർ തൊടുപുഴ സന്ദർശിക്കുന്ന ദിവസം തന്നെ ഇടുക്കിയിൽ ഹർത്താലും തലസ്ഥാനത്ത് രാജ്ഭവൻ മാർച്ചും തീരുമാനിച്ച ഇടതുമുന്നണി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. അന്നേ ദിവസം അതേ ജില്ലയിലെത്താനുള്ള തീരുമാനം വഴി താനും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഗവർണറും CPIM-ന് നൽകുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് ഒട്ടും അയവില്ല. SFI തുടർച്ചയായി കരിങ്കൊടി കാണിക്കുമ്പോഴും ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് LDF നേരിട്ടിറങ്ങിയിരുന്നില്ല. നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കർഷക സംഘത്തിന്റെ രാജ്ഭവൻ മാർച്ച് ചൊവ്വാഴ്ച നടക്കും. ഇതേ ദിവസം ഇടുക്കിയിൽ നടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ജില്ലയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന സൂചനയാണ് ഹർത്താലും രാജ്ഭവൻ മാർച്ചും വഴി LDF-ഉം CPIM-ഉം നൽകുന്നത്. നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അത് വായിക്കാൻ തയ്യാറാകുമോ എന്നതും കാത്തിരുന്നു കാണണം. 24 തിരുവനന്തപുരം. ലക്ഷങ്ങൾ തട്ടിയ എറണാകുളം കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രമ്യ ഷിയാസിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല എന്ന ആരോപണം. 40 പേരിൽ നിന്നായി 85 ലക്ഷം രൂപയാണ് രമ്യ ഷിയാസ് തട്ടിയത്. പരാതിക്കാരോട് തെളിവ് ഹാജരാക്കാൻ ചേരാനെല്ലൂർ പോലീസ് ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം. വീട് കയറി ആക്രമണം, വാഹനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രമ്യ ഷിയാസ്. കോൺഗ്രസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന പദവി ദുരുപയോഗം ചെയ്തായിരുന്നു തട്ടിപ്പ്. പല സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തി ഷെയർ നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 40 പേരിൽ നിന്നായി 85 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഇതിനായി കൃത്രിമമായി ഓഡിയോ സന്ദേശം ഉൾപ്പെടെ തയ്യാറാക്കി. ഇതെല്ലാം ഹാജരാക്കിയിട്ടും ചേരാനെല്ലൂർ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവ് ഹാജരാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെന്ന് പരാതിക്കാർ. പരാതി സ്വീകരിച്ചു. ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കോപ്പി ഇത് തരില്ല, രസീത് തരില്ല. അത് എന്താണ്, 2 പേർക്ക് നിങ്ങളുടെ കയ്യിൽ ഇതേ സെയിം പരാതിയല്ലേ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ FIR ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്ത് തരുള്ളൂ. കേസ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ലല്ലോ അവർ. നമ്മൾ കൊടുത്തിട്ട് ഇപ്പം എത്ര ദിവസം ഇതുവരെ നമ്മളൊന്ന് വിളിച്ച് എന്താന്ന് അവരോട് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. തട്ടിപ്പിനിരയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷൻ ഉപരോധിക്കാൻ എത്തിയതോടെ കേസെടുത്ത് തലയൂരാനാണ് പോലീസിന്റെ നീക്കം. പണം തിരികെ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് പരാതിക്കാർ. തട്ടിപ്പുകാർക്ക് ഭരണകക്ഷി മുന്നണിയിൽ ബന്ധമുണ്ടെങ്കിൽ കേസെടുക്കില്ല എന്നുള്ളതാണ് ചേരാനെല്ലൂർ പോലീസിന്റെ നിലപാട്. അപ്പോൾ തട്ടിപ്പിനിരയായ സാധാരണക്കാർ എവിടെ പോകണമെന്നുള്ളതും ചേരാനെല്ലൂർ പോലീസ് തന്നെ പറയണം. രാഹുലിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. ഇന്ന് ഇതുവരെ പുറത്തു വന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ 1.5 മണിക്കൂറിൽ നമ്മൾ പരിശോധിച്ചത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്. 24 5-ന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.